ഇനിയാവട്ടെ. അപ്പം ഞാൻ എവിടെയെങ്കിലും സാക്ഷ്യം പറയാൻ ഒന്നോ രണ്ടോ പേരോട് പറഞ്ഞ പോലെ എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് പറയാനൊരു മടി. കാരണം എപ്പോഴും നമ്മൾ എൻ്റെ ലൈഫിലൊക്കെ വന്ന വലിയ വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ എല്ലാവരെയും വീണ്ടും അത് ഓർമ്മിപ്പിക്കണം. അപ്പോൾ അത് വീണ്ടും സാക്ഷ്യം പറയുമ്പോൾ എല്ലാവരോടും അത് പറയണം. അങ്ങനെയുള്ളൊരു മടി എൻ്റെ മനസ്സിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വൈകിപ്പോയെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ ഞാൻ ഇപ്പോൾ ഒരു മേക്കപ്പൊക്കെ ഇട്ട് ഒരു സാക്ഷ്യം പറയാൻ വന്ന ഒരു അവസ്ഥയിലല്ല വന്നത്. ഞാനിവിടെ അടുത്തൊരു കല്യാണത്തിന് വരുമ്പോൾ എൻ്റെ വണ്ടി കൃത്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ബ്രേക്ക് ഡൗൺ ആയി. അപ്പം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ആ സാക്ഷ്യം പറയാത്തതിൻ്റെ ആണെന്ന് തോന്നുന്നു. കൃത്യമായിട്ട് ഇവിടെ വെച്ച് തന്നെ ബ്രേക്ക് ഡൗൺ ആയി. അപ്പം ഞാനിങ്ങനെ ആഗ്രഹിച്ച് കയറി വരുന്നു. ഇവിടെ വന്നാൽ പറയാൻ പറ്റുമോ എനിക്കറിയത്തില്ല. ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്ന് സംസാരിച്ചു. ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് സാക്ഷ്യം പറയണമെന്നുണ്ട്, എന്ത് ചെയ്യണം? അപ്പോൾ പറഞ്ഞു വീണ്ടും ഉടമ്പടി എടുക്കണം. ഇന്ന് നടക്കുമെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഇന്ന് നടക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു കണ്ണൂരുള്ള ഏതോ ഒരു ചേച്ചി അനു എന്ന് പറഞ്ഞ ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ചോദിച്ചു ഉടമ്പടി എടുക്കാൻ അച്ഛൻ ഇന്ന് പറ്റുമോ? പറ്റില്ല അച്ഛൻ, ഞാനിങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വന്ന് ഇവിടെ നിൽക്കുന്നത്. എനിക്കാണെങ്കിൽ ഞാനിങ്ങനെ വരാൻ പറ്റാതെ നിൽക്കുകയായിരുന്നു. ഞാൻ ഇന്നിങ്ങനെ വന്ന് പെട്ടതാണ്. അച്ഛൻ പറഞ്ഞ സാക്ഷി എഴുതി കൊണ്ടുപോകാൻ നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ എഴുതി ഇവിടെ വന്നു. എനിക്കിന്ന് പറയാൻ ഒരു അവസരവും കൂടെ തന്നു. എനിക്ക് തോന്നുന്നു ഇത് എനിക്ക് വേണ്ടി എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ആ വണ്ടി റിപ്പയർ ചെയ്യാനായിട്ടൊരു സ്ഥലത്ത് കൊടുത്തിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പം സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം എന്നെ ഈ ഒരു കല്യാണത്തിന് പോയ അതേ വസ്ത്രത്തിൽ ആർട്ടിസ്റ്റിൻ്റെ എല്ലാ മേക്കപ്പോടും കൂടിയിട്ട് എൻ്റെ ഇത്രയും പേരെ മുമ്പിൽ കൊണ്ടേ നിർത്തിയത് ഇത് അത്ഭുതമല്ലാതെ വേറെ ഒന്നുമല്ല എനിക്ക് പറയാനില്ല. കാരണം ഞാൻ പറയാൻ എന്തിന് ഭയന്നാണ് ഞാൻ മാറി മാറി നടന്നത്. അതേ കാര്യം ഒരു ആർട്ടിസ്റ്റിൻ്റെ എന്നുള്ള ഫുൾ മേക്കപ്പിൽ വന്ന് എല്ലാവരും എന്നെ തിരിച്ചറിയുന്ന രീതി ഇവിടെ വന്ന് നിൽക്കാൻ എനിക്ക് പറ്റി. ഇവിടെ കൊണ്ടുവന്ന് എന്നെക്കൊണ്ട് സാക്ഷ്യം പറയിച്ചു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ പല കാര്യങ്ങളും എനിക്ക് ലീസ്റ്റ് ബോധേഡായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങളുണ്ടായിരുന്നു, എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളുമെല്ലാം. പക്ഷെ അതിൽ പോലും എനിക്ക് ദൈവം തൊടുന്നതായിട്ട് തോന്നി.